ഈ ഡർട്ടി ബാസ്റ്റാർഡുകളെ തുരത്തിയില്ലെങ്കിൽ ഹിന്ദുക്കൾ നശിക്കും. Sir, who is the bastard? Silent. മോശ സമുദ്രത്തെ പിളർന്നു, മുഹമ്മദ് നബി ചന്ദ്രനെ പിളർന്നു. Non-biological prime minister split this country in terms of religion. ഇനിയും ഇത് മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും പണിയാകുമെന്ന് തിരിച്ചറിയുന്ന ചെയർ. Rajaji, you mean Sir? your forefather? What do you mean? Huh? Your forefathers, what do you mean? നിഷികാന്ത് ദുബെ ഈ പരാമർശം കേട്ട ഉടനെ ബഹളം വെച്ചു. നമസ്കാരം. നമ്മുടെ പാർലമെന്റ് അസാധാരണമായ ഒരു ചർച്ചയിലൂടെ കടന്നുപോയി. വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷിക സാഹചര്യത്തിൽ ഒരു ചർച്ച. നമുക്കൊരു ദേശീയ ഗാനമുണ്ട്, ദേശീയ ഗീതമുണ്ട്. ദേശീയ ഗീതത്തെക്കുറിച്ച് മാത്രം വലിയ തോതിൽ ആശങ്കപ്പെടുകയും അതിനെക്കുറിച്ച് നമ്മൾ ഒരു ചർച്ച നടത്തുകയും ചെയ്യുമ്പം അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും. എന്താണ് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം പ്രസംഗങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്നു. നരേന്ദ്രമോദി തന്നെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച, BJP അംഗങ്ങൾ ഓരോരുത്തരും സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. വന്ദേ മാതരത്തിൽ വെട്ടിമാറ്റപ്പെട്ട ഒരു വരിയുണ്ട്, കുറച്ച് വരികളുണ്ട്. ആ വരികളെക്കുറിച്ചാണ്. അത് എന്താണ് എന്ന് അന്വേഷിച്ചാൽ എന്തിനായിരുന്നു ഈ ചർച്ച എന്ന് നമുക്ക് വ്യക്തമാകും. ആ വരികളുടെ, വെട്ടിമാറ്റപ്പെട്ട വരികളുടെ ഉള്ളടക്കത്തിലേക്കും അതെന്തിനാണ് BJP ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത്. നെഹ്റുവിനെ ചീത്ത പറഞ്ഞുകൊണ്ടാണല്ലോ പരിപാടി എല്ലാ കാലത്തും എല്ലാം പോലെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തുക. ഇവിടെയും അതാണ് ഉണ്ടായത്. ആ വെട്ടിമാറ്റപ്പെട്ട വരികളെ നെഹ്റുവിലേക്ക് കൊണ്ടുവന്ന് ദേശീയ സ്വാതന്ത്ര്യ സമര നേതൃത്വത്തിൽ നിൽക്കുന്ന നേതാക്കളുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും തലയിലേക്ക് അത് കൊണ്ടുവന്നിട്ട് എന്താണ് നരേന്ദ്രമോദി ഈ നൂറ്റാണ്ടിൽ ആലോചിക്കുന്നത്, ലക്ഷ്യപ്പെടുന്നത്, സംഘപരിവാറിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് വ്യക്തമാക്കാൻ ഒരു പ്രസംഗത്തിലൂടെ കടന്നുപോയാൽ മതി. DMKയുടെ രാജ നടത്തിയ ഒരു ഗംഭീര പ്രസംഗമുണ്ട്. ആ പ്രസംഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്, അതിൻ്റെ മലയാള പരിഭാഷ. അദ്ദേഹം പ്രസംഗം നേരിട്ട് ആരംഭിച്ചത് തന്നെ ആ വൈചിത്രത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ്. സാർ, ഈ സഭ ഇന്ന് ലോകത്ത് ഇതുവരെ ഒരിക്കലും സംഭവിക്കാത്ത ഒരു വിചിത്രവും അസാധാരണവുമായ സന്ദർഭത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. വന്ദേ മാതരം സ്വാതന്ത്ര്യ സമരത്തോട് ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അതെല്ലാവർക്കും അറിയാം. പ്രധാനമന്ത്രിയും പശ്ചിമ ബംഗാളിൽ നിന്നുള്ള സുഹൃത്തുക്കളും ഇത് ചൂണ്ടിക്കാണിച്ചു. ആ ഗാനത്തിൻ്റെ ഇന്നത്തെ രൂപം ആഘോഷിക്കാൻ എല്ലാവർക്കും ഏക സ്വരമുണ്ട്. പക്ഷേ അത് ഈ ഗാനത്തിൻ്റെ ഉത്ഭവവും പശ്ചാത്തലവും ചർച്ച ചെയ്യുന്നത് തടയുന്നില്ല. കഴിഞ്ഞ 11 വർഷമായി ഞാൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നു. അദ്ദേഹത്തിന് ചില പ്രിയപ്പെട്ട വാക്കുകളുണ്ട്. അപ്പീസ്മെന്റ് അഥവാ പ്രീണനം, നെപ്പോട്ടിസം അഥവാ കുടുംബ പക്ഷപാതം. Whether it is Red Fort, whether it is BJP conference, the tone and voice and vocabulary is one and the same. Appeasement, appeasement, appeasement. And one more is nepotism, nepotism, nepotism. Sir, he is entitled to. But what kind of appeasement was done as far as the Vande Mataram is concerned? അദ്ദേഹത്തിൻ്റെ ഏത് വിഷയത്തിലുമുള്ള പ്രസംഗം തീരുന്നതിന് മുമ്പ് പ്രീണനം എന്ന വാക്കില്ലാതെ സാധ്യമല്ല. പക്ഷേ വന്ദേ മാതരത്തിൻ്റെ കാര്യത്തിൽ നാം തികച്ചും വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത്. വന്ദേ മാതരം 1870 ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതി. അത് വിഗ്രഹാരാധനയുടെയും മതപരമായ വിദ്വേഷത്തിൻ്റെയും പേരിൽ ശക്തമായ വിമർശനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് സ്വന്തം ഭാഷയോടും സംസ്കാരത്തോടും അടുപ്പമുണ്ട്. പക്ഷേ ചരിത്രരേഖകൾ പരിശോധിക്കാതെ എല്ലാം മഹത്വവൽക്കരിക്കരുത്. ബങ്കിം ചന്ദ്ര 1906 മരിച്ചു. അതിനുശേഷമാണ് വന്ദേ മാതരത്തിൻ്റെ രാഷ്ട്രീയ വിവാദം ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ആനന്ദ് മഠ് നോവലിലെ സന്ദർഭം മുഴുവൻ വായിച്ചാൽ മുസ്ലിം വികാരങ്ങൾ വ്രണപ്പെടുത്താനിടയുള്ള ഭാഗങ്ങൾ കാണാം. പ്രധാനമന്ത്രി തന്നെ 2018 ആനന്ദ് മഠ് സ്റ്റാമ്പ് പ്രകാശന ചടങ്ങിൽ പറഞ്ഞു, ആനന്ദ് മഠിലെ കഥാപാത്രം വന്ദേ മാതരം പാടുമ്പോൾ മറ്റൊരു കഥാപാത്രം പറയുന്നു, ഇന്നത്തെ ഇന്ത്യക്കാരിൽ ഭൂരിപക്ഷവും ചെറുപ്പക്കാരാണ്. വന്ദേ മാതരത്തിൻ്റെ യഥാർത്ഥ സ്വപ്നം സഫലമാക്കാൻ എന്ത് തടസ്സമാണുള്ളത്? അവിടെ അദ്ദേഹം വീണ്ടും പറയുന്നു, വന്ദേ മാതരത്തിൽ 2 ശ്ലോകങ്ങൾ മുറിച്ചു മാറ്റി, അതിലുള്ള വിഭജനത്തിൻ്റെ വിത്ത് പാകി. ഞാൻ പ്രധാനമന്ത്രിയോട് 4 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. 1, വന്ദേ മാതരത്തിൽ മുറിച്ചുമാറ്റൽ നടത്തിയത് ആരാണ്? 2, ആ മുറിച്ചുമാറ്റൽ രാജ്യത്തിൻ്റെ വിഭജനത്തിലേക്ക് നയിച്ചോ? 3, ഇന്നും ആ വിഭജന ചിന്ത നിലനിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറയുന്നു. അത് ആരിൽ നിലനിൽക്കുന്നു? 4, വന്ദേ മാതരത്തിൻ്റെ യഥാർത്ഥ സ്വപ്നം എന്താണ്? Original dream of Vande Mataram. And he further state, this song was subjected to division by cut off 2 stanzas which sowed the seed for the partition. What is the original dream of Vande Mataram? 1915 ഗാന്ധിജി വന്ദേ മാതരത്തെയും ബങ്കിം ചന്ദ്രയെയും പുകഴ്ത്തി. പക്ഷേ 1939-40 ഗാന്ധിജി തന്നെ പറഞ്ഞു, ഇത് മുസ്ലിങ്ങളെ അവഹേളിക്കാനോ അപമാനിക്കാനോ പാടരുത്. ഇത് രാഷ്ട്രീയ ഗാനം മാത്രമാണ്, മതപരമല്ല. Mahatma Gandhi was distinctly defensive about Vande Mataram when he said, I quote, that was no religious cry. It was purely political cry. It should never be chanted
to insult or offend the Muslims, unquote. 1915-നും 40-നും ഇടയിൽ എന്താണ് സംഭവിച്ചത്? അനുശീലൻ സമിതിക്കാരും ബംഗാളി വിപ്ലവകാരികളും ഇവർ വന്ദേമാതരത്തെ ദേശീയ ഗീതമാക്കി ഉയർത്തി. ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത രഹസ്യരേഖകളിൽ കാണുന്നത് ഈ സംഘടനയിൽ ഒരിക്കലും മുസ്ലിങ്ങളെ അംഗമാക്കിയിരുന്നില്ല എന്നാണ്. കാരണം വന്ദേമാതരം ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതാണെന്ന് അവർ വിശ്വസിച്ചു. 1920-കളിൽ ബംഗാളിൽ മുസ്ലിങ്ങൾ നമസ്കാരം നിർവഹിക്കുമ്പോൾ ഹിന്ദു പ്രകടനങ്ങൾ വന്ദേമാതരം മുഴക്കി മസ്ജിദിന് മുന്നിൽ കൂടി പോകുമായിരുന്നു. ഇത് ഒട്ടേറെ കലാപങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. 1926-ൽ ബ്രിട്ടനിലെ ഹൗസ് ഓഫ് കോമൺസിൽ ഇതേക്കുറിച്ച് ചർച്ച നടന്നു. അരവിന്ദ് ഘോഷ് പറഞ്ഞു, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് സ്വരാജ് നേടണം. അന്ന് വിഭജനം തുടങ്ങിയത് മുസ്ലിങ്ങളല്ല, നിങ്ങളുടെ പൂർവികരാണ്. Prime Minister says, who did division? Prime Minister asked, who did division in Vande Mataram? Division was done by your forefathers, not by Muslims. ഇനിയും ഇത് മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും പണിയാകുമെന്ന് തിരിച്ചറിയുന്ന രാജയുടെ പ്രസംഗം ഈ ഘട്ടത്തിലേക്ക് കടന്നോടെ ഇടപെടുകയാണ്. Rajaji, you mean Sir? your forefather? What do you mean? Huh? Your forefathers? What do you mean? What do you Your mean? forefathers. Let them finish. Sir, whatever you want to do. It should be our forefathers. It may be talk like our forefathers. not acceptable. What is your forefathers? Let them finish. It should not. Sir. രണ്ട് രാജ്യം വേണം എന്ന് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും രാജ്യം വേണം എന്നുള്ളത് സംഘപരിവാറിന്റെ അജണ്ടയായിരുന്നല്ലോ. ആദ്യമായി മുന്നോട്ട് വെച്ചതും അവരാണല്ലോ. നിഷികാന്ത് ദുബെ ഈ പരാമർശം കേട്ട ഉടനെ ബഹളം വെച്ചു. जो हिंदू और मुसलमान को डिवाइड करना चाहता था. Okay. एक्सपेंस करिए सर. उनकी बातों को एक्सपेंस If there is any wrong, if there is any wrong in his speech, that should be expunged. If there is any wrong, okay? Otherwise, he have to submit his all the points here. എന്നാൽ അതിനു ശേഷം രാജ കൂടുതൽ ആക്രമണോത്സുകനായി BJPയുടെ നേർക്ക് തിരിയുന്ന കാഴ്ചയാണ് കാണുന്നത്. മതവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ ബംഗാളിലും ഉത്തർപ്രദേശിലും മറ്റിടങ്ങളിലും ഒക്കെ നടന്നു. ഒടുവിൽ അത് അന്വേഷിച്ച് ബങ്കിം ചന്ദ്ര ചാറ്റർജി തന്റെ നോവലിനെ തന്നെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കി. അദ്ദേഹത്തിന്റെ ആനന്ദമഠ് നോവലിൽ പിന്നീടാണ് വന്ദേമാതരം കടന്നു വന്നത്. ആനന്ദമഠവുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയ പ്രശസ്ത ചരിത്ര ഗവേഷക തന്നിക സർക്കാർ ബങ്കിം ചന്ദ്രയുടെ എല്ലാ കൃതികളും ചേർത്ത് ദേശഭക്തി രാജമാല എന്ന പേരിൽ ഒരു സമാഹാരം പുറത്തിറക്കി. അതിൽ ആനന്ദമഠവും ഉൾപ്പെട്ടിരുന്നു. തനിക സർക്കാർ ഉദ്ധരിക്കുന്നു, I quote, unless we throw these dirty bastards out, Hindus will be ruined. When shall we raise mosques down to the ground and erect Ram Madhav temple in their place? Sir, who is the bastard? Silent. But when shall we raise mosques down to the ground and erect Ramdev temple in their place? Then Hindus will be ruined. These are all the words. You can infer, you can draw inference that what does it mean. ഈ ഡർട്ടി ബാസ്റ്റാർഡുകളെ തുരത്തിയില്ലെങ്കിൽ ഹിന്ദുക്കൾ നശിക്കും. എപ്പോഴാണ് നാം ഈ മസ്ജിദുകൾ തകർത്ത് അവിടെ രാമക്ഷേത്രം പണിയുക? ആരാണ് ബാസ്റ്റാർഡ്സ് എന്ന് പറയുന്നില്ല, പക്ഷേ ഇങ്ങനെ പറയുന്നുണ്ട്. എങ്ങനെ? ആ ബാസ്റ്റാർഡ്സിനെ പുറത്താക്കിയില്ലെങ്കിൽ ഹിന്ദുക്കൾ നശിക്കും എന്ന്. അപ്പോൾ ആരാണ് ആ ബാസ്റ്റാർഡ്സ്? ഇത് കേട്ടാൽ നമുക്ക് സ്വയം അനുമാനിക്കാം ഇതെന്താണ് സൂചിപ്പിക്കുന്നത് എന്ന്. How does our Muslim ruler protect us? I quote, we lost our religion, we lost our caste, we lost our honor and family name, and now we are about to lose our very lives. How can Hinduism survive unless we drive out this dissolute swine, unquote. അതേ നോവലിൽ തന്നെ നമ്മൾ മുസ്ലിം ഭരണാധികാരികൾ നമ്മെ എങ്ങനെ സംരക്ഷിക്കും, നമ്മുടെ മതം നഷ്ടപ്പെട്ടു, ജാതി നഷ്ടപ്പെട്ടു, അഭിമാനവും കുടുംബനാമവും നഷ്ടപ്പെട്ടു, ഇനി ജീവനും നഷ്ടപ്പെടാൻ പോകുന്നു, ഈ വ്യഭിചാരികളും സ്ത്രീലമ്പടരുമായ പന്നികളെ തുരത്തിയില്ലെങ്കിൽ ഹിന്ദുമതം എങ്ങനെ നിലനിൽക്കും എന്ന് ബങ്കിം ചന്ദ്രയുടെ സാഹിത്യത്തിൽ ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങൾ വന്നു. അതാണ് നമ്മുടെ രാജ്യത്ത് മതശത്രുതയ്ക്ക് കാരണമായത്. ഇനി ഒരു സംഭവം കൂടി ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ബംഗാളിലെ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ സ്ത്രീ വിദ്യാഭ്യാസത്തിനും ബഹുഭാര്യത്വ നിരോധനത്തിനും വിധവാ വിവാഹത്തിനും വേണ്ടി 2000 ഒപ്പുകളുമായി ഗവർണർ ജനറലിന് നിവേദനം നൽകി. എന്നാൽ വന്ദേ മാതരത്തിന്റെ ഗാനത്തിന്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര 28,000 ഒപ്പുകൾ ശേഖരിച്ച് ഇത് ഹിന്ദു ആചാരങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞ് എതിർ നിവേദനം നൽകി. He sent a memorandum with 2,000 signatures to the then Governor General of Bengal, which was countered by the author of this song by getting 28,000 signature and submitted that
this is against our Hindu custom. അതുകൊണ്ട് വ്യക്തമായ നിഗമനം ഇതാണ്. വന്ദേ മാതരം ബ്രിട്ടീഷ് വിരുദ്ധം മാത്രമല്ല, മുസ്ലിം വിരുദ്ധം കൂടിയാണ്. RC മജുംദാർ ശരിയായി പറഞ്ഞു. എങ്ങനെ ബങ്കിം ചന്ദ്ര ദേശസ്നേഹത്തെ മതമാക്കി, മതത്തെ ദേശസ്നേഹമാക്കി. ഇതോടെ ഈ രാജയുടെ പ്രസംഗം ഈ ഘട്ടത്തിലേക്ക് കടന്നതോടെ വീണ്ടും സ്പീക്കർ ഇടപെടുകയാണ്. ഭരണപക്ഷത്ത് നിന്ന് ബഹളവും തുടങ്ങി. രാജ പക്ഷേ നിർത്താൻ ഉദ്ദേശിച്ചില്ല. മൂപ്പര് പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകുന്നുള്ള മട്ടിലായിരുന്നു. Yes, you are correct. You are correct. Mr. Bose was in favor of the full song. Yes. Yes, admit. Yes, admit. Accordingly, I will come. Boss, I will come. Don't worry. Bose Please to this. Bose was please. requested by Nehru. Yes. Please write to Tagore and get the details. Vallabhbhai Patel write a letter to Tagore. Give me the details. Rajendra Prasad wrote a letter to Tagore. What is your opinion? Why this man, Tagore, was centralized for everybody? Beautifully song was done by my friend Gogai. I can say in Tamil. எங்கே மனம் அச்சமற்று தலை செம்மாந்து நிமிர்கிறதோ, எங்கே அறிவு விடுதலை பெற்று விளங்குகிறதோ, எங்கே குறுகிய சாதிமத பிளவுகளால் உலகம் உடையாமல் ஒன்றுபட்டு இருக்கிறதோ, எங்கே பகுத்தறிவு வெள்ளம் மூடநம்பிக்கை என்னும் பாலைவனத்தில் வீழ்ந்து பால்படாமல் இருக்கிறதோ, எங்கே விடாமுயற்சியின் கரங்கள் லட்சியத்தை நிறைவு செய்ய முனைகிறதோ, அங்கிருந்து என் அன்னை நாடு எழட்டும் என்று சொன்னவர் தாகூர். ഇതെല്ലാം ചരിത്രരേഖകളിൽ ഇന്നും ഉണ്ട് സാർ. അതുകൊണ്ട് 1937 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു. എന്താണ്? ആനന്ദ് മഠിൻ്റെ പശ്ചാത്തലം മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കും. അതിനാൽ ആദ്യത്തെ ഭാഗം മാത്രം, ആദ്യ 2 ശ്ലോകങ്ങൾ മാത്രം ദേശീയ ഗീതമായി എടുക്കും എന്ന്. അതാണ് തീരുമാനം. ഇത് നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, രാജേന്ദ്ര പ്രസാദ്, സർദാർ പട്ടേൽ എല്ലാവരും ചേർന്ന് തീരുമാനിച്ച് അംഗീകരിച്ചതാണ്. രവീന്ദ്രനാഥ ടാഗോറിനോട് തന്നെ അഭിപ്രായം ചോദിച്ചു. അദ്ദേഹവും ഇതേ അഭിപ്രായമാണ് പറഞ്ഞത്. 1950 ജനുവരി 24 ഭരണഘടനാ സഭയും ഇതേ തീരുമാനം അംഗീകരിച്ചു. ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നു മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ ഗാന്ധിജിയും നെഹ്റുവും മുറിച്ചു മാറ്റി എന്ന്. പക്ഷേ ചരിത്രരേഖകൾ പറയുന്നത് മുസ്ലിം ലീഗ് പോലും ആ സമയത്ത് ഈ ചെറിയ രൂപം അംഗീകരിച്ചിരുന്നു. അതുകൊണ്ട് ഇന്ന് വന്ദേ മാതരത്തിന്റെ പേരിൽ പ്രീണനം നടക്കുന്നു എങ്കിൽ അത് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ്. I cannot interpret the dream of Vande Mataram. I am not competent to that. But I can visualize the dream of Prime Minister. Your dream through the Vande Mataram is to establish Honorable Member Dr. B. Sabrizi. Hindu Rashtra. അവസാനം ഞാൻ കണ്ട ഒരു ചെറിയ കവിത കൂടി പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിക്കാം. മോശ സമുദ്രത്തെ പിളർന്നു, മുഹമ്മദ് നബി ചന്ദ്രനെ പിളർന്നു, എന്നാൽ അതിമാനുഷ്യനായ നമ്മുടെ പ്രധാനമന്ത്രി പിളർത്തിയത് ഈ രാജ്യത്തെയാണ്, അതും മതം കൊണ്ട് എന്ന്. Moses split the sea. Prophet Muhammad split the moon. Non-biological Prime Minister split this country in terms of religion. രാജയുടെ പ്രസംഗം പ്രകോപനപരമായിരുന്നു സംഘപരിവാറിന്. ഒരുപക്ഷെ എന്താണ് വന്ദേ മാതരം പുനഃപ്രതിഷ്ഠിക്കാനുള്ള ഉദ്ദേശം? അത് ഹിന്ദു തീവ്ര കാഴ്ചപ്പാടുകാരെ പ്രീണിപ്പിക്കാനാണ്. പ്രീണനം നടത്തുന്ന പ്രധാനമന്ത്രി 2 വിഭാഗത്തെ 2ആക്കി മാറ്റി സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് മുസ്ലിം ചരിത്ര സേനാനികളെ, സ്വാതന്ത്ര്യ സമര സേനാനികളെ ആ ചരിത്ര ഏടുകളിൽ നിന്ന് അടർത്തി മാറ്റും വിധം മുസ്ലിം വിരുദ്ധമായ ചില കാഴ്ചപ്പാടുകളെ, ചില ഉദ്ധരണികളെ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു കാഴ്ചപ്പാടാക്കി പുനരവതരിപ്പിക്കാനുള്ള ഗൂഢമായ തന്ത്രമാണ് വന്ദേ മാതരത്തിൻ്റെ മുറിച്ചുമാറ്റപ്പെട്ട അധ്യായം ആര് മുറിച്ചുമാറ്റി എന്ന ചോദ്യത്തിൽ തന്നെ, ആ ചർച്ച ഉയർത്തിവിട്ടതിൽ തന്നെ ഉള്ളത് എന്ന് വ്യക്തമാണ്. രാജ അതാണ് പൊളിച്ചു കൊടുത്തത്. നന്ദി, നമസ്കാരം.